നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ, അതുപോലെ ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ, സാമൂഹിക സുരക്ഷാ പെൻഷൻ, ഓണത്തോടനുബന്ധിച്ചുള്ള സർക്കാർ ഒരുക്കങ്ങൾ, പ്രിയദർശിനി പലിശരഹിത വായ്പാ പദ്ധതി, വാർഷിക മസ്റ്ററിംഗ്, റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ, ഓഫ്ലൈൻ UPI സംവിധാനം, അതുപോലെ തന്നെ ജീവന് പോലും അപകടകരമാവുന്ന ആഫ്രിക്കൻ ഒച്ചുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യം കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം സാമൂഹിക സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച വിവരങ്ങളിലേക്ക് കടക്കാം. ഓണം അടുത്തു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കൾ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ഓണത്തിന് മുൻപ് ലഭിക്കുമോ എന്നുള്ളത്. ഇപ്പോൾ വരെ സംസ്ഥാന സർക്കാർ ഓഗസ്റ്റ് മാസത്തെ പെൻഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും ഓണം കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷമായതിനാൽ വിവിധ ക്ഷേമ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. ഇപ്പോൾ ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ചെയ്യുന്നതും സഹകരണ ഏജന്റുമാർ വഴി വീടുകളിൽ എത്തിച്ച് വിതരണം ചെയ്യുന്നതും ഘട്ടം ഘട്ടമായി തുടരുന്നു. എല്ലാവർക്കും ഒരേ ദിവസം തുക ലഭിക്കണമെന്നില്ല. അതിനാൽ ബാങ്ക് സന്ദേശം വരാത്തതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇനി വാർഷിക മസ്റ്ററിങ്ങിനെ കുറിച്ച് നോക്കാം. 2026 വാർഷിക മസ്റ്ററിംഗ് എല്ലാ അർഹരായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വളരെ പ്രധാനപ്പെട്ട നടപടിയാണ്. വിരലടയാളമോ ഐറിസ് സ്കാനോ ഉപയോഗിച്ച് ഗുണഭോക്താവ് ജീവിച്ചിരിക്കുന്നെന്നും അതുപോലെ ഇപ്പോഴും പെൻഷൻ അർഹനാണെന്നും സ്ഥിരീകരിക്കുന്ന നടപടിയാണ് മസ്റ്ററിംഗ്. നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് പെൻഷൻ താൽക്കാലികമായി തടസ്സപ്പെടാൻ സാധ്യതയേറെയാണ്. അതിനാൽ അവസാന ദിവസത്തേക്ക് കാത്തിരിക്കാതെ, അതായത് സെപ്റ്റംബർ 30 വരെ കാത്തിരിക്കാതെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലെത്തി പരിശോധന പൂർത്തിയാക്കുന്നത് നല്ലതാണ്. കിടപ്പ് രോഗികൾക്കും അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പ്രത്യേക സൗകര്യങ്ങൾ പ്രാദേശിക തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ലഭ്യമാക്കുന്നുണ്ട്. അതിനാൽ അത്തരം കുടുംബങ്ങൾ ബന്ധപ്പെട്ട പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെടണം, അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രമായി ബന്ധപ്പെടാം. ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായ പ്രിയദർശിനി പലിശരഹിത വായ്പാ പദ്ധതി എന്താണെന്ന് നോക്കാം. സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിച്ചിരിക്കുന്ന ഈ പദ്ധതി നിരവധി സ്ത്രീകൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സ്ത്രീകൾക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും നിലവിലുള്ള ചെറുകിട സംരംഭങ്ങൾ വികസിപ്പിക്കാനുമുള്ള സാമ്പത്തിക സഹായമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വായ്പയ്ക്ക് പലിശ ഈടാക്കില്ല എന്നതാണ്. സാധാരണ ബാങ്ക് വായ്പകളിൽ നിന്ന് പലിശ വലിയ സാമ്പത്തിക ബാധ്യതയാകാറുണ്ട്. എന്നാൽ ഈ പദ്ധതിയിൽ പലിശ ഇല്ലാത്തതിനാൽ സംരംഭം തുടങ്ങുന്ന സ്ത്രീകൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. പിന്നോക്ക വിഭാഗങ്ങളിലെ സ്ത്രീകൾ, കുടുംബശ്രീ അംഗങ്ങൾ, രജിസ്റ്റർ ചെയ്ത NGO അംഗങ്ങൾ എന്നിവർക്കാണ് മുൻഗണന ലഭിക്കുന്നത്. ഉൽപാദന മേഖല, സേവന മേഖല, ചെറുകിട വ്യാപാരം, ഭക്ഷ്യ സംസ്കരണം, വീട്ടു വ്യവസായം, തയ്യൽ യൂണിറ്റുകൾ, ഓൺലൈൻ സംരംഭങ്ങൾ തുടങ്ങി നിരവധി മേഖലകളിൽ ഈ വായ്പ ഉപയോഗിക്കാനാകും. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ആവശ്യമായിടത്ത് ജാതി സർട്ടിഫിക്കറ്റ്, സംരംഭ പദ്ധതി റിപ്പോർട്ട് തുടങ്ങിയ രേഖകൾ ആവശ്യമായേക്കാം. അപേക്ഷ നൽകുന്നതിന് മുൻപ് ബന്ധപ്പെട്ട KSBC-DC ജില്ലാ ഓഫീസിലേക്കോ കുടുംബശ്രീ CDSലോ നിന്ന് ഏറ്റവും പുതിയ മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കുന്നത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ പലിശ ഇല്ല, പലിശരഹിത വായ്പയാണെന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. അപേക്ഷ ക്ഷണിക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ്. ഇനി ഓണക്കിറ്റ് സംബന്ധിച്ച വിവരങ്ങളിലേക്ക് വരാം. ഓണത്തോടനുബന്ധിച്ച് റേഷൻ കാർഡ് ഉടമകൾക്കായി വിവിധ സഹായ പദ്ധതികൾ നടപ്പിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അർഹരായ വിഭാഗക്കാർക്ക് സൗജന്യ ഓണക്കിറ്റ്, സബ്സിഡി നിരക്കിലുള്ള ഭക്ഷ്യധാന്യ വിതരണം തുടങ്ങിയ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും. കൂടാതെ വിവിധ നിലവാരങ്ങളിൽ പ്രീമിയം ഓണക്കിറ്റുകളും ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. റേഷൻ കാർഡ് ഉടമകൾ ഭക്ഷ്യവകുപ്പിന്റെ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കണം. ഓരോ വിഭാഗം കാർഡുകാർക്കും വ്യത്യസ്ത ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കും.
ഉണ്ടായേക്കാം. ഇനി ഓഫ്ലൈൻ UPI സംവിധാനങ്ങളെ കുറിച്ച് നോക്കാം. ഇന്റർനെറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലും ചെറിയ തുകയുടെ ഡിജിറ്റൽ ഇടപാടുകൾ സാധ്യമാക്കുന്നതിനായി ഓഫ്ലൈൻ UPI സംവിധാനം വ്യാപിപ്പിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇതിലൂടെ ഗ്രാമപ്രദേശങ്ങളിലും നെറ്റ്വർക്ക് പ്രശ്നമുള്ള സ്ഥലങ്ങളിലും ഡിജിറ്റൽ പേയ്മെന്റുകൾ കൂടുതൽ എളുപ്പമാക്കാനാണ് പ്രതീക്ഷ നൽകുന്നത്. ഇതിന്റെ കാര്യങ്ങളും പുരോഗമിക്കുകയാണ്. ഇനി ഹരിതകർമ്മസേന യൂസർ ഫീസ് സംബന്ധിച്ച ചില സംശയങ്ങളുണ്ട്. പലരും ഈ യൂസർ ഫീസ് പിഴയാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഇത് മാലിന്യ ശേഖരണ സേവനത്തിനുള്ള പ്രവർത്തന ചിലവുകൾ നിറവേറ്റുന്നതിനുള്ള സേവന ഫീസാണ്. വാഹനങ്ങൾ, ജീവനക്കാരുടെ വേതനം, ഇന്ധനം, ഉപകരണങ്ങൾ എന്നിവയ്ക്ക് ഈ തുക ഉപയോഗിക്കാറുണ്ട്. അതിനാൽ ഔദ്യോഗിക നിശ്ചിത യൂസർ ഫീസ് സംബന്ധിച്ച വിവരങ്ങൾ അതത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പരിശോധിക്കുന്നതാണ് ഉചിതം. അതുപോലെ തന്നെ പഞ്ചായത്ത് മുഖേന ഇവിടെ ചാർജ് ചെയ്യുന്നത് 50 രൂപയും ചില കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ടൗൺ സ്ഥലങ്ങളിൽ ഒരുപക്ഷെ 100 രൂപയുമായിരിക്കും. അതുപോലെ നിങ്ങളുടെ സ്ഥലത്ത് എത്ര രൂപയാണ് ഈ ചാർജ് ഈടാക്കുന്നതെന്ന് കമന്റിൽ രേഖപ്പെടുത്തൂ. ഇനി ഒരു പ്രധാന നിർദ്ദേശമുണ്ട്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പെൻഷൻ വായ്പ, റേഷൻ, ഓണക്കിറ്റ് എന്നിവ ലഭിക്കാൻ പണം നൽകണമെന്ന തരത്തിലുള്ള ഫോൺ കോളുകളോ സന്ദേശങ്ങളോ വന്നാൽ ഒരിക്കലും വിശ്വസിക്കരുത്. സർക്കാർ പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ നിന്നും ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകളിൽ നിന്നുമാണ് സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇനി പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, അതായത് ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയാവുന്ന ആഫ്രിക്കൻ ഒച്ച്, അതായത് ജൈന്റ് ആഫ്രിക്കൻ സ്നെയിൽ എന്നാണ് അതിനെ പറയുക. ഇതൊരു സാധാരണ ഒച്ചല്ല, ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ അധിനിവേശ ജീവവർഗത്തിലെ ഒന്നായി ഇതിനെ കണക്കാക്കുന്നുണ്ട്. കേരളത്തിലെ പല ജില്ലകളിലും ഇവയുടെ വ്യാപനം വർദ്ധിച്ചതോടെ കൃഷിക്കും പൊതുജനാരോഗ്യത്തിനും ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. പ്രളയത്തിന് ശേഷമാണ് ഇത് കൂടുതൽ വേഗത്തിൽ പെരുകിയത്. ഇത് എന്തുകൊണ്ടാണ് അപകടകാരി എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ഇത് പെരുകും. ഒരു വർഷത്തിൽ 100 കണക്കിന് മുതൽ 1000 മുട്ടകൾ വരെ ഇടാൻ കഴിയും. അതിനാൽ ചെറിയ തോതിൽ കണ്ടാലും വളരെ വേഗം വ്യാപിക്കും. കൃഷിക്ക് വലിയ നാശമാണ് ഇത് വിതയ്ക്കുക. പച്ചക്കറികൾ, വാഴ, കപ്പ, അലങ്കാര ചെടികൾ തുടങ്ങിയ 100 കണക്കിന് സസ്യങ്ങൾ ഇത് നശിപ്പിക്കും. ആരോഗ്യ ഭീഷണി അതിൽ ഏറെ ജാഗ്രത ശ്രദ്ധിക്കേണ്ടതാണ്. ഇവയ്ക്ക് ചില പരാന്നഭോജികളെ, ഉദാഹരണത്തിന് റാറ്റ്, ലങ്വോം എന്നിവയെ വഹിക്കാൻ കഴിയും. അപൂർവമായി ഇവ മനുഷ്യരിൽ മെനിഞ്ചൈറ്റിസുമായി ബന്ധപ്പെട്ട ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്ന പരാന്നഭോജികളെ പരത്താൻ ഇടയാക്കും. അതിനാൽ വെറും കൈയോടെ ഇത് തൊടരുത്. അതുപോലെ തന്നെ ഇതിന്റെ ലിക്വിഡിൽ ചവിട്ടുകയോ ഒന്നും ചെയ്യരുത്. അതുപോലെ തന്നെ കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കാൻ സാധ്യത കൂടുതലാണ്. ഒച്ചുകളുടെ സാന്നിധ്യം കിണറുകളും പരിസരങ്ങളും ശുചിത്വ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ കണ്ണൂർ, കോട്ടയം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നീ ഉൾപ്പെടെ നിരവധി ജില്ലകളിൽ ഇവയുടെ വ്യാപനം സംബന്ധിച്ച് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. വെറും കൈയോടെ തൊടാതിരിക്കുക. ഗ്ലൗസ് അല്ലെങ്കിൽ ഉപകരണം ഉപയോഗിക്കുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഈർപ്പം കൂടുതലുള്ള കുറ്റിക്കാടുകളും ജൈവമാലിന്യങ്ങളും നീക്കം ചെയ്യുക. കൃഷിവകുപ്പ് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനം നിർദ്ദേശിക്കുന്ന നിയന്ത്രണ മാർഗങ്ങൾ പാലിക്കുക. ചില സാഹചര്യങ്ങളിൽ ഉപ്പുവെള്ളം, മറ്റ് അംഗീകൃത രീതികൾ ഉപയോഗിക്കാറുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വളരെയധികം അപകടകരമായ ഒരു ജീവിവർഗമാണ്. അതുകൊണ്ട് ഇവയെ നശിപ്പിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. ഇവയുടെ ലിക്വിഡ് പോലുള്ള ദ്രവങ്ങൾ എന്തെങ്കിലും ശരീരത്തിൽ തട്ടിയാൽ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കൈ കഴുകുക. അല്ലെങ്കിൽ കാലിൽ തട്ടിയാൽ പോലും അത് അപകടകരമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വളരെയധികം ഈ മെനിഞ്ചൈറ്റിസ് എന്നെല്ലാം പറയുന്ന ആ രോഗങ്ങൾ തലച്ചോറിന് പ്രധാനമായും ബാധിക്കുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് മരണത്തിന് വരെ കാരണമായേക്കുന്ന രോഗങ്ങൾ പടർത്തുന്ന ഒരു പ്രധാന ജീവിവർഗമാണ് ഈ ആഫ്രിക്കൻ ഒച്ച്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ജാഗ്രത പാലിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്ത. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഈ ജീവിവർഗം നിങ്ങളുടെ ഇവിടെയും പെരുകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കമന്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.